ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഫുള്ള് വെള്ളം. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ കോറിഡോറാണ്. എന്താ പറയാല്ലേ, ഷോപ്പുകളെല്ലാം കണ്ടോ? ഊത് വേൾഡിൻ്റെ ഷോപ്പെല്ലാം കണ്ടോ? അകത്ത് വെള്ളം കയറിയില്ല അല്ലേ? നാളെയും കൂടി എങ്ങനെയെങ്കിലും ക്ഷമിക്കാം. ഇതൊക്കെ കാണുമ്പം നമുക്ക് ചിരി വരും, അല്ലെങ്കിൽ കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഇത് കാണുമ്പോൾ സത്യത്തിൽ വിഷമാവും. തെങ്ങിൻ ചോട്ടിൽ പുഴയൊക്കെ ഉണ്ടാവില്ലേ, അതേ അവസ്ഥയാണ്. നല്ല മഴ. നിങ്ങൾ UAE വെദർമാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു മലയാളിയായ മുഹമ്മദ് സജ്ജാദ് KP സോഷ്യൽ മീഡിയകളിലും മറ്റും UAE വെദർമാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് UAEയുടെ ഔദ്യോഗിക കാലാവസ്ഥ നിരീക്ഷകനൊന്നുമല്ല, പക്ഷെ അദ്ദേഹം ഉപഗ്രഹ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് UAEയിൽ ഏത് എമിറേറ്റിലൊക്കെ മഴ പെയ്യും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റ്സുകളൊക്കെ നൽകുന്ന ഒരു UAE വെദർമാനുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ കറക്റ്റാണ്. അദ്ദേഹം എക്സാക്ട്ലി പറയും എവിടെയാണ് മഴ പെയ്യുക. ചില സമയങ്ങളിൽ അദ്ദേഹം മഴയെ പിന്തുടരില്ല, അതായത് ഫോളോ ദ റെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാത്രയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതായത് UAEയിൽ അറിയാലോ, പൊതുവെ മഴ വളരെ കുറവ് കിട്ടുന്ന സ്ഥലമാണ്, രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുജേറയിൽ മഴ പെയ്യാണ് അദ്ദേഹം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് യാത്ര സംഘടിപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് കുറേ ആൾക്കാർ ഫുജേറയിലേക്ക് മറ്റും പോകും. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള UAE വെദർമാൻ പറഞ്ഞിരിക്കുന്നത് തിങ്കൾ മുതൽ ഈ വരുന്ന ശനി വരെ UAEയിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാകുന്നതാണ്. തിങ്കളും ചൊവ്വയൊക്കെ സാധാരണ രീതിയിൽ മഴ പെയ്യും, അതായത് 120 mm വരെ രീതിയിലുള്ള മഴ പെയ്യും. പിന്നെ ബുധനാഴ്ച ഉച്ചയോടുകൂടി തന്നെ മഴ ശക്തി പ്രാപിക്കും, അതായത് സൂപ്പർ സെൽ, അതായത് ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ അളവിലുള്ള മഴവെള്ളം ലഭിക്കും. അത് വലിയ രീതിയിൽ വെള്ളം പൊങ്ങാനും മറ്റും സാധ്യതയുണ്ട്. കൂട്ടത്തിൽ തന്നെ തണ്ടർ സ്റ്റോം ഉണ്ടാവും, ശക്തമായിട്ട് കാറ്റുണ്ടാവും. പിന്നെ ഈവനിങ്ങോടുകൂടി കുറച്ച് ശമിക്കുകയാണെങ്കിൽ തന്നെയും വ്യാഴാഴ്ച ഉച്ചയോടുകൂടി തുടങ്ങിയ മഴ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കും. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇന്നലത്തെ മഴയിൽ ഞാൻ വണ്ടി ഇറക്കിയതിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. മൊത്തത്തിൽ വാർണിംഗ് ലൈറ്റ്സിന്റെ കളിയാണ്. ലോ എഞ്ചിൻ ഓയിൽ കാണിക്കുന്നു, പക്ഷെ എഞ്ചിനൊക്കെ കറക്റ്റ് ആണ്. ഡ്രൈവിംഗ് മോഡിൽ തന്നെ ന്യൂട്രലും കൂടി കാണിക്കുന്നുണ്ട്. റാസൽ ഖൈമയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുമ്പോഴേ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി ഞാൻ അജ്മാൻ ജർഫിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥയാണിത്. ഞാൻ എത്തുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ശക്തമായ മഴ വന്നു പോയതിന്റെ വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഞാനിപ്പോ നാട്ടിലെവിടെയോ ഏതോ പുഴയുടെ സൈഡിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. തെങ്ങിൻ ചോട്ടില് പുഴയൊക്കെ ഉണ്ടാവില്ലേ, അതേ അവസ്ഥയാണ് ഇവിടെ. ഇത് റോഡാണ്, വണ്ടി പോകുന്നത് കണ്ടോ? അതൊരു മെയിൻ റോഡാണ്. അജ്മാനിലെ ജർഫിൽ നിന്നും ഷാർജ മൊബൈലിലേക്ക് പോകുന്ന വഴി 2 മണിക്കൂറിലേറെ ട്രാഫിക് ജാം കിട്ടി. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നറിയാം. ഞാൻ പോകുന്ന റോഡിന്റെ എതിർവശം കണ്ടോ? റോഡും ഫുട്പാത്തും നിറഞ്ഞ് ബിൽഡിങ്ങുകളുടെ അകത്തേക്ക് വരെ വെള്ളമെത്തിയിരിക്കുന്നു. സിവിൽ ഡിഫൻസ്, പോലീസ് എല്ലാവരും കൂടി കൺട്രോൾ ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്ന സഫാരി മാളിൻ്റെ ഓവർ ബ്രിഡ്ജിൽ നിന്നുള്ള ദൃശ്യമാണിത്. ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടി സിറ്റുവേഷൻ അല്പം കൂടി മോശമായിരിക്കുന്നു. വലിയൊരു വെള്ളക്കെട്ട് തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള കെട്ടിടങ്ങളുടെ അകത്തേക്ക് വരെ വെള്ളം കയറിയിരിക്കുന്നു. ഇത് ഈ ബിൽഡിങ്ങിന്റെ കോറിഡോറാണ്. ബിൽഡിങ്ങിന്റെ കോറിഡോറും ബിൽഡിങ്ങും റോഡും എല്ലാം ഒരുപോലെയായി. എന്താ പറയാല്ലേ, ഷോപ്പുകളെല്ലാം കണ്ടോ? ഊത് വേൾഡിന്റെ ഷോപ്പെല്ലാം കണ്ടോ? നല്ല മണം. എന്താ ചെയ്യാ, ഇത് ശരിക്കും സഫാരി മാളിന്റെ ഓപ്പോസിറ്റുള്ള വഴിയാണ്. നമ്മുടെ ഒരു സഹോദരിമാരെ ലേഡി സലൂണാണ്. അകത്ത് വെള്ളം കയറിയില്ല അല്ലേ? നാളെയും കൂടി എങ്ങനെയെങ്കിലും ക്ഷമിക്കാം, പിന്നെ ക്ലിയർ ആവും. कैसे बाय बाय. പിള്ളേർക്കെല്ലാം ഒരു എൻജോയ്മെൻ്റ് ആണ്. ഡ്രെയിനേജിൻ്റെ ഹോളാട്ടം ഓപ്പൺ ആയി കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ചിലപ്പം അറിയാതെ പിള്ളേർ അങ്ങനെ വീണു പോകും, അതാണ് പ്രശ്നം വരുന്നത്. അമ്മോ, ഇതെന്താ കടലോ? ഊത് വേൾഡിന്റെ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഇവർ ഊതിന്റെ പെർഫ്യൂമിന്റെ ക്യാനിലെല്ലാം വെള്ളം നിറച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇവരെ പോലെ നിരവധി ഷോപ്പുകളാണ് ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുള്ളത്. എല്ലാവരുടെയും ബിസിനസ്സിനെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട് തന്നെ പറയാം. എൻ്റെ യൂട്യൂബ് ഓക്കെ അല്ലേ എല്ലാവരും? സാല നാളെയും കൂടി ക്ഷമിച്ചാൽ മതി. ഈ ഷോപ്പിൻ്റെ അകത്തും വെള്ളം കയറിയിട്ടുണ്ട് കുറച്ചൊക്കെ. ഇതേതോ ഓഫീസാണ്. ദയാറിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തന്നെ ഓഫീസാണ്. എനിക്കിത് ക്രോസ് ചെയ്യണം. ഞാനിത് ക്രോസ് ചെയ്ത് പോവാണ്. ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, അതായത് E311 ദുബായ് ടു അജ്മാൻ റൂട്ടാണ്. റോഡ് നോക്കിയാൽ അറിയാം, വളരെ ട്രാഫിക് ജാമുള്ള റോഡാണ്. എപ്പോഴും ഹെവി ട്രാഫിക്കുള്ള റോഡ് ഇന്ന് കാലിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആ ഭാഗത്ത് മൊത്തം വെള്ളക്കെട്ടാണ്. വാഹനങ്ങളൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ ഇനി ഈ വെള്ളം ഒഴിഞ്ഞിട്ട് വേണം തിരിച്ചു പോകണമെങ്കിൽ. വെള്ളം ഒഴിയും തോന്നില്ല, കാരണം ഇന്ന് വരാനുള്ള മഴയും കൂടി ആകുമ്പോൾ തീരുമാനമാവും. വ്യാഴാഴ്ച രാത്രി 12 മണിയോടുകൂടി തന്നെ ഞാൻ UAE ഇതുവരെ കാണാത്തത്ര ശക്തമായ ഇടിയും മിന്നലും കാറ്റും മഴയെല്ലാം വന്നു. വെള്ളിയാഴ്ച രാവിലെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് അല്പം മാറി ഉള്ള അവസ്ഥയാണിത്. ഏകദേശം ഒരുപാട് പാർക്കിംഗ് ഏരിയകൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട്. നിങ്ങൾ സ്റ്റുഡിയോ ആണോ? നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണോ? ചേട്ടൻ്റെ സ്റ്റുഡിയോ ആണ്. ചേട്ടൻ സ്റ്റുഡിയോ തുറക്കാൻ വേണ്ടി വന്നതാണ്. എന്താ അല്ലേ? ഇന്നലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് അജ്മാൻ ഭാഗത്തേക്കുള്ളത് ബ്ലോക്ക് ആയിരുന്നല്ലോ. അത് ക്ലിയറായോ നമുക്ക് നോക്കാം. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൻ്റെ അവസ്ഥ. ദുബായ്, അബുദാബി പോലെയുള്ള സിറ്റികളെ ഷാർജ, അജ്മാൻ തുടങ്ങി നോർത്തേൺ എമിറേറ്റ്സുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേ ആണിത്. ഇതുവഴി കടന്നു പോകുമ്പോൾ ടോൾ നൽകേണ്ടതില്ല എന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് ചരക്ക് വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ പാല്, പച്ചക്കറികൾ, ബ്രെഡ് ഐറ്റംസ് പോലുള്ള നിത്യോപയോഗ സാധനങ്ങൾ ചെറിയ കടകളിലൊക്കെ ലഭ്യമല്ലതായി തുടങ്ങിയിരിക്കുന്നു. ഇത്തരം കാഴ്ചകൾ വളരെ വിഷമിപ്പിക്കുന്നവയാണ്. പ്രാഡോ അടക്കം നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി ടോട്ടൽ ലോസായി പോയിരിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് വള്ളം കെട്ടിയുണ്ടാക്കി തൻ്റെ ചെരുപ്പിനെ പങ്കായമാക്കിക്കൊണ്ട് തുഴഞ്ഞു വരുന്ന പാകിസ്ഥാനി സഹോദരൻ, ഭാര്യയെ വെള്ളത്തിലിടാതെ എടുത്തുകൊണ്ടു പോകുന്ന ഭർത്താവ് തുടങ്ങിയ നിരവധി രസകരമായ കാഴ്ചകളും കാണാം. ഷാർജ മുവേലയെ മാത്രമല്ല ഈ ന്യൂനമർദ്ദം ബാധിച്ചത്. ഇത് ഷാർജ അൽ വഹദ സ്ട്രീറ്റിലെ അവസ്ഥയാണ്. അളിയൻ താജുവിൻ്റെ ഫ്ലാറ്റിൽ നിന്നും റെക്കോർഡ് ചെയ്തത്. ഇതൊക്കെ ഒന്ന് ശരിയായി വരുവാൻ കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് ശരിയാവട്ടെ. താഴെ വെള്ളവും മുകളിൽ മിസൈലുമായി UAE ഒരു മോശം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരികൾ ഉള്ള കാലത്തോളം ഞങ്ങൾക്ക് അതിൽ പേടിയുമില്ല. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.